അവർ മാത്സ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ SSLC A+ നേടാൻ ഉള്ള കുറുക്ക് വഴികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈനർ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരിട്ട് ഓരോ ചാപ്റ്ററിലും അവശ്യം പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സമാന്തര ശ്രേണിയാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ. അതിൽ സാധാരണ നിങ്ങൾ പഠിച്ചതായിരിക്കും, ഈ സ്കൂളിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ സമാന്തര ശ്രേണിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പഠിച്ചേ മതിയാവും. അത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, പണ്ടത്തെ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഓരോന്നായി ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിപ്പം ഒരു സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞാൽ ആർക്കും എഴുതാം, 10, 15, 20 etc. അതാ ഇതിന്റെ നിർവചനമൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ശ്രേണിയിൽ ആദ്യ പദം ഒഴികെ മറ്റേതൊരു പദവും തൊട്ടു മുമ്പിലുള്ള പദത്തിന്റെ കൂടെ ഒരു പ്രത്യേക സംഖ്യ കൂട്ടിയിട്ടാണ് സംഖ്യ വരുന്നതെങ്കിൽ, പദങ്ങൾ വരുന്നതെങ്കിൽ അതാണ് സമാന്തര ശ്രേണി. എ സീക്വൻസ് ഇൻ വിച്ച് ഈച്ച് ടേം ആഫ്റ്റർ ദി ഫസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദി പ്രിസീഡിംഗ് ടേം ഈസ് സെറ്റ് ടു ബി അർത്ഥമെറ്റിക് സീക്വൻസ്. അപ്പൊ നമ്മൾ 10, 15, 20 എന്ന അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ അറിയണം. സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ഏതാന്ന് ചോദിച്ചാൽ 4 പൊതുവ്യത്യാസം വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതുക, അതിന്റെ ഇത്രാം പദം കാണുക, ഇത്ര പദങ്ങളുടെ തുക കാണുക, ഇങ്ങനെയല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഒന്നാമത് നമ്മൾ പറയുന്നത് എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റനാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 10, 15, 20 ഈ സമാന്തര ശ്രേണിയുടെ 16ാം പദമെത്ര, n-ാം പദമെത്ര, ആദ്യത്തെ 26 പദങ്ങളുടെ തുകയെത്ര, ആദ്യത്തെ n പദങ്ങളുടെ തുകയെത്ര. ഇത് പഠിക്കാതെ SSLC പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. അത് A+ മാത്രമല്ല, ഏത് സ്റ്റുഡൻ്റ് ആയാലും ഒരു സമാന്തര ശ്രേണി തന്നാൽ എത്രാം പദം കാണാൻ അറിയണം, n-ാം പദം ഓൾജിബ്രിക് ഫോം ബീജഗണിത രൂപം കാണാൻ അറിയണം, സം ഓഫ് ഫസ്റ്റ് 26 ടേംസ് ആദ്യത്തെ 26 പദങ്ങളുടെ തുക കാണണം, ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈ 4 എണ്ണത്തിലൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഷുവർ. അപ്പൊ നമുക്കറിയാം. പിന്നെ പരീക്ഷ എഴുതുന്നേ നമുക്ക് അറിഞ്ഞാൽ പോരാ, നമുക്കറിയാമെന്നുള്ളത് പരീക്ഷ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്കറിയണം. അപ്പോൾ വഴി പകുതി മനസ്സിൽ വെച്ചിട്ട് പകുതി എഴുതലല്ല, കൃത്യമായിട്ട് വഴി എഴുതണം. എഫ് സമം, ഇവിടെ തന്നത് F എത്രയാ, 10 ആണ്. ഡി നമ്മൾ എങ്ങനെയാ ഡി കാണല്, 2-ാം പദത്തിൽ 1-ാം പദം കുറച്ചാലാ. ഏത് പദം ഇവിടെ നെഗറ്റീവാ വന്നതെങ്കിൽ ഏത് പദത്തിലും തൊട്ട് മുമ്പിലുള്ള പദം കുറച്ചാൽ എന്താന്ന് കിട്ടുക, ഡിയാ. 15 - 10 സമം F-ഉം D മതി. നമുക്ക് 16-ാം പദം എത്രാന്ന് ചോദിക്കുമ്പോ n സമം 16 എന്ന് എഴുതാൻ വിട്ടുപോകും. അവിടെ അതിന്റെ പ്രശ്നം വരുന്നത് 16-ാം പദം അല്ലെ 26 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, S26 കാണുന്നതെന്ന് വിചാരിച്ചാൽ 26-ാം പദ കാണുന്നതെങ്കിൽ n 26 26 പദങ്ങളുടെ തുക കാണുന്നതാണെങ്കിൽ n 26. അപ്പൊ അതാണ് എപ്പോഴും തെറ്റുന്നത്. n എത്ര എഴുതി ഇവിടെ, 26. നമുക്ക് ആദ്യം കണ്ടി ABCD ആണ് ക്വസ്റ്റ്യൻ. ചിലത് 6 മാർക്കുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ അത്ര 6 മാർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്നാമത്തെ 1 A ആണ്. A എന്ന് വിചാരിച്ചോ, A എന്താണ്, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്, ഇത് D ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ പോയി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2-ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, 3-ാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്ന വെച്ചാൽ 2 എഴുതിപ്പോവും. എന്നിട്ട് 3-ന്റെ ആൻസർ എഴുതിയാൽ കിട്ടില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് എഴുതി അതിൽ A ഒന്ന് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യൂ, പിന്നീട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. A എന്താണ് കാണേണ്ടത്, X26. അപ്പൊ X26 കാണുമ്പോൾ എന്തെങ്കിലും സൂത്രവാക്യം ഉണ്ട്. എന്തായിരുന്നു, xn കാണുന്ന സൂത്രവാക്യം ഈ സമയം സ്ഥാനത്ത് കറക്റ്റ് വന്നോട്ടെ, dn പ്ലസ് F - D. ഇതങ്ങനെ പിടിച്ച സൂത്രവാക്യം. F പ്ലസ് n - 1 D ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ടെക്സ്റ്റിലുള്ള സൂത്രവാക്യത dn പ്ലസ് F - D. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, X26 ആണ് സമം, വേണമെങ്കിൽ അതുകൊണ്ട് നല്ലത്, അതുകൊണ്ട് X26 സമം D ഇവിടെ 5 n 26 പ്ലസ് F 10 മൈനസ് D 5 സമം 6 × 33 2 × 10 3 13 പ്ലസ് 10 5 കുറച്ചാൽ 5. ആൻസർ 135.
വേണമെങ്കിൽ 26th ടേം എന്നുള്ളത് നമുക്ക് എന്തെഴുതാം, 26ാം പദം എന്ന് വേണമെങ്കിൽ എഴുതാം. 26ാം പദം സമം 130. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ 2 പേരെ വരണം. ഇതാണ് അതിന്റെ മെത്തേഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉടനെ ചെയ്യും, എല്ലാം ഓരോന്നായി ചെയ്യും. പക്ഷെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പോൾ തെറ്റരുത്. അതിൽ ABCD എന്നുള്ളത് ഇനി എഴുതുമ്പോൾ എന്താ എഴുതണം, B. ഇങ്ങനെ എഴുതി കൊണ്ടുപോകണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് A പാർട്ട് നമുക്ക് കിട്ടി. ഞാൻ B പാർട്ട് ചെയ്യുന്നു. നമ്പർ 2 ഇതെപ്പോഴും വേണ്ടതാ. അടുത്ത് എന്താ ചോദിക്കുന്നത്, എക്സൻ ആണ്. എക്സൻ കാണുന്ന സൂത്രമൊക്കെ നമ്മൾ ഒരിക്കലും എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. DN + F - D സമം. ഇവിടെ N 26 അല്ല, ഇവിടെ N എത്രയാണ്? ഇവിടെ മനസ്സിൽ N ഉപയോഗിക്കേണ്ട എത്ര? N തന്നെയാ. എക്സ് എന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ N സമം N. അപ്പൊ നമ്മൾ ചെയ്യുന്നത് DN, D എത്രയാ? 5. D × D × N ഇൻറ്റു N പ്ലസ് F 10 - D 5 സമം 5N + 5 കിട്ടി. എന്നാം പദായത്. എന്നാം പദം കാണുന്നതിന് പകരം ഓൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം കാണാൻ പറയും. ബീജഗണിത രൂപം ഏതാണ്? എക്സന. അപ്പൊ എന്നാം പദമാണ് കിട്ടിയത്. എന്നാം പദം സമം എത്ര? 5N + 5. അപ്പൊ ആൻസർ ശരിയായി. മൂന്നാമത്തെ അടുത്ത ഏതാ? സീൽ ഏതാ ചോദിച്ചേ? 26ാം പദമാണ് മയക്കുന്നത്. 26ാം പദ ചോദിച്ചേ. 26ാം പദമല്ല, 26 പദങ്ങളുടെ തുകയാണ്. അപ്പൊ സൂത്രവാക്യം മാറി. 26 പദങ്ങളുടെ തുക കാണാൻ ടെസ്റ്റിൽ സൂത്രവാക്യം ഇതാണ്. N/2 × A + F + അല്ലെ X1 + Xn. പക്ഷെ ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നാൽ X26 നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. X26 നമ്മളിവിടെ കണ്ടിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതുകൊണ്ട് ഇത് സൂത്രവാക്യം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സൂത്രവാക്യം N/2 × 2F + N - 1 × D. അപ്പൊ നമുക്കിവിടെ S26 കാണണം. S26 കാണുന്ന സൂത്രവാക്യം Sn സമം N/2 × X1 + Xn എന്നുള്ള സൂത്രവാക്യം ടെസ്റ്റിലുണ്ട്. അപ്പൊ ആദ്യത്തെ N പദങ്ങളുടെ തുക ആണെന്ന് ഒരു സൂത്രവാക്യം ഇതാ. N/2 × Xn. Xn പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ F പഠിച്ചിട്ടുണ്ടാവും. മതി, Xn F ഈക്വൽ തന്നെയാണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട എത്രയാണ്? S26 ആണ്. X26. അപ്പൊ N-ന് പകരം 26 കൊടുക്കണം. N-ന് പകരം 26 കൊടുക്കുന്നത്. 26/2 ഇൻറ്റു X1 നമുക്കറിയാം എത്രയാ? Xn F 10 പ്ലസ് X26 നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ. X26 135 കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 135. അപ്പൊ 10 + 135. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യ ആണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് മിക്കവാറും ഇരട്ട സംഖ്യ ആയിരിക്കും. അങ്ങനെയാ കണക്ക്. അപ്പോ 26/2 25/2 12/5 ഇടണ്ട. 26/2 എത്രയാ? 13 ഇൻറ്റു 135 10 കൂടി കൂട്ടിയാൽ 145. ഇനി ഗുണിച്ചാല 140 13 5 65 6 52 6 58 5 13 5 18 1880. ഗുണിക്ക് നിങ്ങൾക്ക് അറിയാലോ. 1885. അടുത്ത് ചോദിച്ചത് Sn കാണാനാണ്. Sn കാണുമ്പോൾ Sn കാണുന്ന സൂത്രവാക്യം നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം? N/2 × A + N/2 × A + N ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് N/2 × 2F + N - 1 × D. ഈ സൂത്രവാക്യം കൂടി പഠിക്കണം നിങ്ങൾ എന്തായാലും. കാരണം ഇത് തന്നിട്ട് S26 മാത്രം കാണാൻ പറഞ്ഞാൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ X26 വേറെ കാണണം. ഇതാ സുഖം. Sn എത്രയാന്ന് ചോദിച്ചാൽ Sn സമം എത്ര തന്നെയാ? N തന്നെ ചേർക്കണം. N/2 × 2F 2 × 10 പ്ലസ് N - 1 × 5. ഉത്തരം N/2 × 20 പ്ലസ് ഇത് അങ്ങനെ അടവെക്കരുത്. N-ന് 5 കൊണ്ട് ഗുണിച്ചാൽ 5N, -1-ന് 5 കൊണ്ട് ഗുണിച്ചാൽ -5 സമം N/2 × 20-ന് 5 കുറച്ചാൽ 5N ആദ്യം എഴുതി 5N പ്ലസ് 20-ന് 5 കുറച്ചാൽ 15 സമം. ഇങ്ങനെ വെച്ചിട്ട് വെക്കാൻ പാടില്ല. ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്യണം.
ഇതെന്താണെന്ന് വെച്ചാൽ 5/2n² പ്ലസ് 15 n/2 കൊണ്ട് ഗുണിച്ചാൽ 15/2n. ഇതാണ് ശരിയായ ആൻസർ. അതായത് ഒരു സമാന്തര പോർഷന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുകയിൽ n² ഉണ്ട്, n ഉണ്ട്. ഇങ്ങനെ എഴുതുക സാധാരണ 5/2n² 5/2n² പ്ലസ് 15/2n. അപ്പൊ 4 എഴുതി. ഇങ്ങനെ ABCD ആയിട്ട് പാർട്ടായിട്ട് ഉണ്ടാവുക. അപ്പോ ഇത് സാധാരണ ക്വസ്റ്റനാ. നമുക്കൊരു ഇതിന്റെ എ പാർട്ട് ക്വസ്റ്റനായി എഴുതിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതും എല്ലാം ചെയ്തതിന് എല്ലാവർക്കും അറിയാവുന്നതിനാ. എക്സൻ പഠിച്ചിട്ട് പോവാവും. എക്സൻ സമം 5n + 5 ആയാൽ എന്നാം പദം 5n + 5 ആയാൽ അവർ ചോദിക്കും x1 എത്ര, d എത്ര, x10 എത്ര, ഇങ്ങനെല്ലാം ചോദിക്കും. അപ്പൊ ഇത് പല വിധത്തിൽ ചെയ്യാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടേ. പല വിധത്തിൽ വെച്ചാല് ഒന്നാം പദം കാണാൻ n-ന് ഒന്നിട്ട് കൊടുത്താൽ മതി. അപ്പൊ x1 സമം 5n + 1 എന്നുള്ളത് an + b ആണെന്ന് വിചാരിച്ചോ. an + b ആണെങ്കിൽ x1 കാണാൻ എയും ബിയും കൂടി കൂട്ടിയാൽ മതി. അത് പഠിച്ചു വെക്കണം സ്പീഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതുപോലെ x1 കിട്ടി, d കാണാൻ n-ന്റെ ഗുണോത്തരം എടുത്താൽ മതി, a. ഇതറിഞ്ഞിരിക്കണം. x1 കാണാൻ ഇവിടെ എന്താണ്, x1 കാണാൻ 5 + 5 സമം നമുക്ക് എത്ര കിട്ടി, 10. x1 കിട്ടി. അടുത്ത d കാണാൻ x1 ഇട്ട് കൊടുത്ത്, 1 ഇട്ട് കൊടുത്ത്, 2 ഇട്ട് കൊടുത്ത്, എന്നിട്ട് രണ്ടാമത്തെ ഒന്നാമത് കുറച്ച് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കോഎഫിഷ്യന്റ് എന്നാ പറയുന്നത് a, n-ന്റെ ഗുണോത്തരമാണ് a. അതാ വേഗം കഴിയും. അപ്പൊ d കിട്ടി. x10 കാണാൻ പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു വസ്തുത, xn തന്നിട്ട് x10 കാണാൻ dn + f - d ഉപയോഗിക്കണ്ട. n-ന് പകരം 10 ഇട്ട് കൊടുത്താൽ മതി. 5 × 10 എത്രത്തോളം സമയം ലാഭിക്കും അത്രത്തോളം സമയം ലാഭിക്കണം. 55 ഇതിപ്പോ എയും ഡിയും ഉപയോഗിച്ച് d ആണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസവും ആദ്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 10-ാം പദം കാണാം. അതിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ 5n + 5-ലെ n-ന് ആ 10 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി, 10-ാം പദം കിട്ടി. അപ്പൊ ആൻസർ 55 ആണ്. ഓക്കെ, ഇതാണ് 4 എണ്ണം. x10 എയും ബി സി വന്ന് ചോദിച്ചേ ഇങ്ങനെ ചെയ്യണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെ 3, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. 10-ാം പദം 49-ഉം 4-ാം പദം 19-ഉം ആയാൽ എന്ത് കണ്ടുപിടിക്കുക, d എത്രയാണ്, f എത്രയാണ്? ഇതാണ് ചോദ്യം. 10-ാം പദം 49-ഉം 4-ാം പദം 19-ഉം ആയാൽ ആദ്യ പദം പൊതുവ്യത്യാസം എത്ര, ആദ്യ പദം എത്ര? ഇത് 2 സമവാക്യങ്ങൾ രൂപീകരിച്ചിട്ടാണ് സാധാരണ ചെയ്യല്. നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് d കാണാനുള്ള എളുപ്പ വഴി എന്താണ്, മലയാളത്തിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം എന്ന് കൊടുത്തിരിക്കുന്നു. പദവ്യത്യാസത്തിന് സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ അതിന് ആൻസർ കിട്ടി. 2 സമവാക്യം രൂപീകരിച്ച് എഴുതണ്ട. പദവ്യത്യാസം എത്രയാന്ന് ചോദിച്ചാൽ 49 - 19 ആണ്. സ്ഥാനവ്യത്യാസം എത്രയാ, 10 - 4 ആണ്. സമം 40/30/6 ആണ്. 30 വേറെ എത്രയാ, 5. പൊതുവ്യത്യാസം 5 കിട്ടി. ആദ്യ പദം കാണാൻ ഇതുവരെ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഇതിൽ നിന്ന് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ, ആദ്യ പദം കാണാൻ പറഞ്ഞാൽ പലരും ചെയ്യുന്നില്ല. ആദ്യ പദം കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ചെറിയെടുത്തോ, 4-ാം പദം ഇവിടെ 19 കിട്ടി, തന്നില്ല. 4-ാം പദം 19 തന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കാത്തൊരു സൂത്രവാക്യം, xn കാണുന്ന സൂത്രവാക്യം f + n-1 d ആണ്. അതായത് ആദ്യ പദത്തിന്റെ കൂടെ n-ാം പദം കാണാൻ n-1, 4-ാം പദം കാണാൻ 3d കൂട്ടിയാൽ 19 എഴുതാ. അല്ലെങ്കിൽ ആദ്യ പദത്തിന് കൂടെ 3 പ്രാവശ്യം d പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്തിനാ കിട്ടുക, ആ 4-ാം പദം കിട്ടുക. അപ്പോൾ f + 3d = 19 എഴുതി. എന്നിട്ട് ഡിന്റെ വില ചേർത്ത് കൊടുക്കുക. f + 3 × 5 = 19, f + 15 = 19, f = 19 - 15 = 4. ആദ്യ പദം എത്ര കിട്ടി, 4 കിട്ടി. അപ്പോ x10-ഉം x4-ഉം തന്നാൽ പൊതുവ്യത്യാസവും ആദ്യ പദം കാണുന്ന ക്വസ്റ്റ്യൻ വരുത്തുന്നുണ്ട്. ഇത് സാധാരണ ക്വസ്റ്റ്യനാ. ഇത് വെച്ചുകൊണ്ട് 15-ാം പദമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 15 പദങ്ങളുടെ തുകയെല്ലാം കാണാൻ പറഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. 3rd one, 4th one,
ഇത് വെച്ചുകൊണ്ട് സാധാരണ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ, പക്ഷെ എപ്പോഴെങ്കിലും ചോദിച്ചാൽ പീത്ത് ടേം ക്യൂവും ക്യൂത്ത് ടേം പിയുമായാൽ പി പ്ലസ് ക്യൂത്ത് ടേം എത്ര? ഇതുപോലെ ചെയ്യണം. പദവ്യത്യാസം മൈനസ് എഴുതിയിട്ട് ഡിയും പൊതുവ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ എക്സ് പി ക്യൂവും എക്സ് ക്യൂ പിയും, അതായത് ഡി എങ്ങനെയാണെങ്കിൽ പി മൈനസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ ബൈ ക്യൂ മൈനസ് പി ആ വരിക. അപ്പോ എത്ര കിട്ടും? പി മൈനസ് ക്യൂ ബൈ മൈനസ് ഓഫ് പി മൈനസ് ക്യൂ സമം ഇത് വെട്ടിയാൽ 1/-1 എപ്പോഴും മൈനസ് ആണ് കിട്ടുക. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നേരത്തെ ഏതുപോലെ ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ എപ്പോഴും എക്സ് 15 10ഉം എക്സ് 10 15ഉമാണെങ്കിൽ എക്സ് 10 15 25 സമം ഇപ്പോഴത്തിനായിരിക്കും 0 ആയിരിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് വെക്കുക. എക്സ് 15 10ഉം 15 50 10ഉം 10 50 15ഉം ആണെങ്കിൽ 15 10 25 എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് നിങ്ങൾ നേരത്തെ ഇതിനോട് ചെയ്താൽ മതി. നമ്പർ 5 ചോദിക്കാൻ സാധ്യത ഷുവർ ക്വസ്റ്റ്യൻ അല്ല. അത് 5ാമത് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനാ. 2 ക്വസ്റ്റ്യൻ ഒരുമിച്ചുള്ള ക്വസ്റ്റ്യനാ അത്. അതായത് 13നും, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാ, 13നും ഒരു 213നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ തുക കാണുക എത്ര? അതാണ് ചോദ്യം. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാ. 13നും 213നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ തുക കാണുക. ഇത് പ്രശ്നം. ഇപ്പം 11നും 111നും ഇടയിൽ 2ന്റെ ഗുണിതങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ ആദ്യ പദം നമുക്കറിയാം എഫ് സമം 12 പിന്നെ 14 പിന്നെ 16 എക്സെട്ര. 110 തൊട്ട് മുമ്പ് ഉള്ള പദം 110. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 11നും 111നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 11നും 112നും ഇടയിൽ എന്ന് പറഞ്ഞു വിചാരിച്ചോ. സാറിന് പറയില്ല, എങ്കിലും 112 എടുക്കരുത്. കാരണം ഇടയിൽ എന്ന് പറയുമ്പോൾ ഇതിനും ഇതിന്റെ ഇടയിൽ എടുക്കാൻ പാടുള്ളൂ. 11നും 111നും നമ്മളെ ക്വസ്റ്റ്യൻ 11നും 111നും ഇടയിൽ ഏതാ വരുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 12, ലാസ്റ്റ് ടേം 110. ഇതുപോലെ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട്. അതിലൊന്ന് 13ന് ശേഷമുള്ള 14ന്റെ കൂടി 7ന്റെ കൂടി നമുക്കറിയാം 14. 14ന് ശേഷം 7ന്റെ കൂടുതൽ 14. പക്ഷെ അത് ചിലപ്പോ 265ന് ശേഷമുള്ള 7ന്റെ കൂടുതലായിരിക്കും ചോദിക്കുക. അതിങ്ങനെ കണ്ടുപിടിച്ചുകൂടാല. അപ്പോ 13ന് ശേഷമുള്ള 7ന്റെ കൂടുതൽ 14 പോലെ 260ന് ശേഷമുള്ള 7ന്റെ ഗുണിതം കാണാൻ ഈ വഴി പഠിച്ചിരിക്കണം നിങ്ങൾ. 7 കൊണ്ട് ഹരിച്ചു എത്രയാ? 3 7 21 5 55 9 7 61 7 56 പോയി. 7 7 49 3 21 5 55 7 49. ബാക്കി എത്രയുണ്ട്? സിസ്റ്റം 6. ഈ സിസ്റ്റം വെട്ടികളാ. ആ സിസ്റ്റം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിന് നിൽക്കണ്ട. ഇതിനെ 7 കൊണ്ട് ഗുണിക്കുക. 7 49 4 3 24 25. ഇത് 265ന് ഇപ്പറുള്ളതായിരിക്കും. ഇതിന്റെ കൂടെ ഒരു 7 കൂട്ടുക. 9 7 16 1 5 266 ആയിരിക്കും. ഇത് പറയാൻ വിഷമമുണ്ടെങ്കിലും ഇതാണ് അതിന്റെ ശരിയായ വഴി. അല്ലാതെ ഗസ് ചെയ്തൊന്നും ചെയ്താൽ ചിലപ്പോൾ 7ന്റെ ഗുണിതം ആയിരിക്കില്ല. അപ്പം 265 അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇനി ഇത് തന്നെ അപ്പുറം എക്സൻ കണ്ടുപിടിക്കാൻ 213 എഴുതുക. അതിനെ 7 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടി? 3 7 21 0. സിസ്റ്റം എത്രയാ വരുന്നേ? 3. ഇത് വെട്ടിക്കള. ഇതിന് 7 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടി? 210. ഇതാണ് അതിന്റെ ശരിയായ വഴി. ഇതിപ്പോ മനസ്സിൽ ചെയ്തോ. 213ന് ഇടയിൽ ഇതിന്റെ ഇപ്പുറം 210 ഇട്ടിട്ട് പെട്ടെന്ന് എഴുതിക്കോ. എക്സൻ സമം എത്രയാ? 210. ഇവിടെ പ്രശ്നം തുക കാണുന്നുണ്ടെങ്കിൽ n കാണണം. n കാണാൻ dn എക്സൻ സമം dn പ്ലസ് f മൈനസ് dl ഉപയോഗിക്കുന്നതിന് പകരം ഈ സൂത്രവാക്യങ്ങൾ പഠിക്കണം. ഏതാണെന്ന് വെച്ചാൽ എക്സൻ മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1 എന്ന് പഠിച്ചേ മതിയാവും. ഇത് ചിലപ്പോൾ ഇങ്ങനെയും വരാം. 13ന് 213 ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എന്നെ കണ്ടുപിടിക്കലാ.
അപ്പൊ ആ n കാണുന്ന സൂത്രവാക്യം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചേ മതിയാവും. മറ്റുള്ള ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. എക്സൻ എത്രയാണ്? 210. എഫ് എത്രയാ? 14. ഡി 7ന്റെ ഗുണിതായത് 7 + 1 സമം 210 14 കുറക്കണം. 200 196. അത് കുറക്കല് നിങ്ങൾ ഇങ്ങനെ ഇട്ട് കുറക്കുന്നതിന് പകരം ഇത് പെട്ടെന്ന് ശരിയാവില്ല. 14 14 6 10 9 1 ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 210 10 കുറച്ച് 200 4 കുറച്ച് 190 ഇങ്ങനെ കിട്ടണം. ബൈ 7 + 1. ഇനി അരിച്ചു നോക്കിയാൽ ഈ 7 14 5 56. ഇതെപ്പോഴും നേച്ചർ നമ്പർ കിട്ടും, നിസർഗ സംഖ്യ എണ്ണൽ സംഖ്യ കിട്ടും. ഈ 7 14 5 56 8 56 + 1. ഇവിടെ എണ്ണൽ സംഖ്യ കിട്ടിയില്ല, നിങ്ങൾ ചെയ്തു തെറ്റാ. ഈ 7 14 5 56 8 56 28 1 29. അപ്പൊ നമ്മളെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ, ആദ്യ പദം 14, ഇതിന് പകരം 14 + 21 + 28 + എറ്റ്സെട്ര എത്ര വരെ കൂട്ടണം? എക്സൻ 210 വരെ കൂട്ടണം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം n കിട്ടി. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്ത് എൻ കാണുന്ന സൂത്രവാക്യം. ഇവിടെ എൻ കാണുന്ന സൂത്രവാക്യം n/2 × x1 + xn ഉപയോഗിക്കാം. കാരണം xn ഇവിടെ അറിയാം, അതുകൊണ്ടാണ്. അപ്പൊ എസ് എത്രയാ കാണാൻ പറയുന്നത്? ഇവിടെ പദങ്ങളുടെ തുക കിട്ടിയ എന്നിന്റെ വില കിട്ടിയ എത്രയാ? ഇവിടെ നമുക്ക് കിട്ടിയ n = 29. അപ്പൊ എസ് 29 സമം, ഇവിടെ എല്ലാം പ്രശ്നമുണ്ട്. n പദങ്ങളുടെ എണ്ണമാണ് 29. ഇങ്ങനെ എഴുതുന്നില്ലെങ്കിൽ 29 പദങ്ങളുടെ തുക ആണ് എഴുതുന്നത്. നിങ്ങൾ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. S29 എഴുതാ. 29/2 × x1 എത്രയായിരുന്നു? ഇവിടെയുള്ള 14 പ്ലസ് x29 എത്രയാ? ഇവിടെ വേണമെങ്കിൽ x14 + x29 എന്ന് എഴുതാ. 29/x29 എന്ന് എഴുതാ. സമം 29/2 × 14 + x1 + x29 വരെ കിട്ടിയിട്ടുണ്ട് 210. അതുകൊണ്ട് അത് തന്നെ എഴുതിയേ 210. ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറത്ത് ഒറ്റ സംഖ്യ ആണെങ്കിൽ പലപ്പോഴും അകത്ത് കൂട്ടിയാൽ ഇരട്ട സംഖ്യ വരിക. അപ്പൊ 29 2 കൊണ്ട് ഹരിച്ച് 14.5 എഴുതി അത് മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കണ്ട. ഇത് തന്നെ എഴുതുന്നു 29/2 × ഇത് കൂട്ടിക്കോ 224 സമം ഈ രണ്ടും ഇതും വെട്ടാലോ 1 1 2. അപ്പൊ ഉത്തരം ഈ 112 29 കൊണ്ട് ഗുണിച്ചാൽ മതി. 112 29 കൊണ്ട് ഗുണിക്കുന്നത് 9 2 18 99 100 2 4 12 22 9 2 18 ഒരമ്പ് 9 11 ഒരമ്പ് 9 10 2 4 1 2 2 8 4 2 3. ആൻസർ എത്ര കിട്ടി? 3248 കിട്ടി. ഇത് ടഫ് ഹൗസ്. ഇതെപ്പോഴും പല പ്രാവശ്യം വരുന്ന ക്വസ്റ്റനാ, വലിയ മാർക്കായിട്ടാണ് വരിക. അപ്പോൾ ഇത്രക്കും ഇടയിലുള്ള എത്രയെങ്കിലും പദങ്ങളുടെ തുക കണ്ടുപിടിക്കൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ. അത് ചെയ്ത് പഠിക്കണം. കുറേ ക്വസ്റ്റൻ ടെസ്റ്റിലുണ്ട് വായിക്കുന്നത്. നമ്മളിപ്പോ ആകെ 5 ക്വസ്റ്റൻ ആയത്. ഇനി പറയാൻ പോകുന്നത് ടഫ് ക്വസ്റ്റനാ. അതായത് ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒന്നും ചെയ്യലില്ല സാധാരണ. ഇത് എപ്പോഴും ചോദിക്കലുണ്ട്. 6 7 ചെയ്തിട്ട് നമുക്ക് നിർത്താം. 6ാമത്തെ ക്വസ്റ്റ്യൻ x+1 അല്ലെ m+1 n+1 p+ എന്തും വരാം. x+1 2x + 5 4x - 3 ഇവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിന്റെ വില എത്ര? ഇതാണ് ചോദ്യം. ഇത് പല വിധത്തിൽ ചെയ്യാം. ഒന്ന് പഠിച്ചവർക്ക് ABC ഇവ ഒരു AP-യിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ 2b = a+c എന്നുള്ള ഫോമുലുണ്ട്. അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ, ഇത് 1-ാം പദ, ഇത് 2-ാം പദ, ഇത് 3-ാം പദ. 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറക്കുമ്പോൾ 3-ാം പദത്തിൽ നിന്ന് 2-ാം പദം കുറച്ചതിന് സമ. 2-ാം പദത്തിൽ നിന്ന് നമ്മൾ 1-ാം പദം കുറച്ച പൊതു വ്യത്യാസം കിട്ടുക. 3-ാം പദത്തിൽ നിന്ന് 2-ാം പദം കുറച്ചാൽ എന്തിനെ കിട്ടുക? പൊതു വ്യത്യാസം കിട്ടുക. അപ്പൊ ഒരു സമാക്കി എഴുതി. ഇനി പ്രശ്നം 2x + 5ന്റെ ഇപ്പുറം പ്ലസ് ഇല്ല, മൈനസ് ഇല്ല. അതുകൊണ്ട് 2x + 5 എന്ന് എഴുതുക. ശ്രദ്ധിക്കേണ്ട വിഷയം x+1 എന്ന പദത്തിന്റെ
തൊട്ടിപ്പുറം ബ്രാക്കറ്റിന്റെ ഇപ്പുറം മൈനസ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എക്സ് നെഗറ്റീവ് എക്സ് ആവുക, +1 -1 ആക്കുക. സമം അടുത്ത് നോക്കിയട്ടെ, 4x - 3 അങ്ങനെ എഴുതി. ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? -2x -5 വരും. ഇത് ഇവിടെ എപ്പോഴും പലരും തെറ്റിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു സ്ഥലത്ത് മൈനസ് ഇടാൻ മറന്നു പോകും, അതൊരു പ്രശ്നമാണ്. ഇനി ഇതാ 2x എക്സ് കുറച്ചാൽ എക്സ് ആണ്, 5 കുറച്ചാൽ 4 സമം 4x 2x കുറച്ചാൽ 2x -3 -5 ഒരുമിച്ച് വന്നാൽ -8 നേടാൻ സാധിക്കണം. ക്രിയം നോക്കണ്ട, -3 -5 -8. അടുത്ത് നമുക്ക് എക്സാ കണ്ടുപിടിക്കണ്ടേ. എക്സ് ഇടതുഭാഗത്തുണ്ട്, ഈ 2x സമയത്തിന് ഇടതുഭാഗം വരുമ്പോൾ -2x സമം -8 വലതുഭാഗത്തുണ്ട്, ഈ 4 അങ്ങോട്ട് വിടുമ്പോൾ എന്തായി? -4. ഒരു എക്സ് 2x കുറച്ചാൽ -1x -8 -4 നമ്മൾ പറഞ്ഞു ഇത് എപ്പോഴും തെറ്റുന്നതാ. -12 -x -12 ആണെങ്കിൽ എക്സ് എത്രയാ? 12. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം, ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ നിങ്ങൾ എക്സിന് 12 ഇട്ട് കൊടുത്തു നോക്കുക, ശരിയാണെന്നല്ലേ. 12 1 13 ടെസ്റ്റിംഗ് ആയത്, ഇത് അവർക്ക് വേണ്ട. 12 1 13, 22 24 5 29, 42 48 3 വർഷം 45. ഇതാ 29 13 വെച്ചാൽ 16, 45 29 വെച്ചാൽ എത്രയാ? 16. അപ്പൊ ആൻസർ ശരിയാണ്. സമാധാനത്തിൽ പരീക്ഷ അവിടെ നിന്ന് വിട്ടുവരാം. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ ചെയ്യാ. 2x + 5 സമം x + 1 + 4x - 3/2. ഇത് ഉപയോഗിച്ചും ചെയ്യാം. അതായത് b = a + c/2 ആയിരിക്കും എപ്പോഴും. ഇത് ഉപയോഗിച്ചും ചെയ്യാം, ഒരു ചെയ്താൽ മതി. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും തെറ്റുന്ന ക്വസ്റ്റ്യനാ, എപ്പോഴും തെറ്റും. ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 5n ആയാൽ CBSE എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. സ്റ്റേറ്റ് സിലബസിൽ എപ്പോഴും ചോദിക്കില്ല, പക്ഷെ പഠിച്ചിരിക്കണം. SN = 4n² + 5n ആയാൽ എന്ത് കാണണം? x 10 എത്ര? 10ാം പദം എത്ര? പൊതുവ്യത്യാസം എത്ര? ആദ്യ പദം എത്ര? പൊതുവ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം. അതിങ്ങനെ എഴുതാൻ കാരണം x 10 കാണാൻ ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ F D കാണാൻ ചോദിക്കൂല. എക്സ് വലിയ ക്വസ്റ്റ്യൻ തന്നെയാ. SN 4n² + 5n ആയാൽ 10ാം പദം കാണുക. നമ്മൾ അബദ്ധത്തിൽ 10ാം പദം കാണാൻ F D കണ്ടതിന് ശേഷം 10ാം പദം കാണാം, അത് വേറെ. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, മാർക്കും കിട്ടും. പക്ഷെ ഇവിടെ SN = 4n² + 5n ആണെങ്കിൽ x 10 മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ അതിന്റെ വഴി S10 ആദ്യം കാണണം. ഇത് എല്ലാം തെറ്റിക്കുന്ന ക്വസ്റ്റ്യനാ. S10 എന്ന് പറഞ്ഞാൽ 4 × 10² + 5 × 10 സമം 10 100 400 + 50 സമം എത്ര കിട്ടി? 450. ഇത് തെറ്റിദ്ധരിക്കരുത്, 10ാം പദമല്ല. n പദങ്ങളുടെ തുക തന്നിട്ട് n-ന് 10 ചേർത്താൽ 10 പദങ്ങളുടെ തുകയാണ് കിട്ടുക. അപ്പൊ S10 ആയത് 10 പദങ്ങളുടെ തുക കാണാൻ ചോദ്യം വരുത്തുന്നുണ്ട്. അപ്പം ഏതിന്റെ ഉത്തരം? 450. ഇത് നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഒരു വര വരയ്യാം. നിങ്ങൾ നോക്കിക്കോളെ, 2 4 6 8 etc. ഞാനൊരു സമാന്തര ശ്രേണി എഴുതി. ആദ്യത്തെ 2 പദങ്ങളുടെ തുക നോക്കിയിട്ടെങ്കിൽ 2 4 6. ആദ്യത്തെ 3 പദങ്ങളുടെ നോക്കിയാൽ 2 4 6 12. S3 നിന്ന് S2 കുറച്ച് നോക്കിയേനെ, 16 4 വെച്ചാൽ 6. അത് സത്യത്തിൽ 3ാം പദം. അപ്പൊ നമുക്കൊരു ഫോമിൽ എഴുതാം. 3ാം പദം കാണാൻ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയിൽ നിന്ന് 2 പദങ്ങളുടെ തുക കുറച്ചാൽ മതി. SN കാണാൻ SN കണ്ടുപിടിക്കേണ്ട XN ആണെങ്കിൽ SN-ൽ നിന്ന് SN-1 കുറച്ചാൽ മതി. അതൊരു പ്രധാനപ്പെട്ട ഭാഗ. അതായത് x10 കാണാൻ S10-ൽ നിന്ന് S9 കുറക്കണം. അപ്പൊ നമുക്കിവിടെ S9 കൂടി കണ്ടുപിടിക്കണം. S9 സമം ഇതാ n-ന് പേര് 9 ഇട്ട് കൊടുത്താൽ മതി. 4 × 9² + 5 × 9 സമം 9 9 81 4 എത്രയാ? 81 4 8 4 32 1 4 4 8 32. അപ്പോ 324 + 45 369. 45 20 64 69. അപ്പൊ ഇത് വെച്ചുകൊണ്ട് S9 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട x10 ആണ്. സമം ഇതാ
S10 മൈനസ് S9. S10 എത്രയാ? 450 മൈനസ് 369. കുറച്ചോ? 450 മൈനസ് 369. 1 9 1 6 7 8 5 1 3 4 81 കിട്ടുന്ന ഉത്തരം. ഇതാണ് ആൻസർ. അപ്പൊ ഇതൊരു ടഫ് ക്വസ്റ്റനാണ്. SN തന്നിട്ട് X10 കാണുക. അപ്പോൾ Nന് 10 ഇടുക, പിന്നെ Nന് 9 ഇടുക. ആ S10 S9 കുറച്ചാൽ എന്ത് കിട്ടി? X10 കിട്ടി. ഇതിന് വഴി വേറെ ഉണ്ട്, എളുപ്പമുണ്ട്. പക്ഷേ എഫും ഡിയും ചോദിക്കാതെ ഉണ്ട്. X10 കാണാൻ പറഞ്ഞാൽ ഇതേ വഴിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ എഫ് എത്രയെ കാണുമെന്നുള്ള. എഫ് സാധാരണ എഫ് കാണാൻ ഇവിടെ എന്നിന് 1 ചേർക്കുക, ഇവിടെ എന്നിന് 1 ചേർക്കുക. ആദ്യത്തെ ഒരു പദങ്ങളുടെ തുക കിട്ടും. ആദ്യത്തെ ഒരു പദത്തിന്റെ തുക വെച്ചാൽ ആദ്യം പദം തന്നെയാ. അപ്പൊ X1 എഫ് സമം, ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി SN സമം PN² പ്ലസ് QN എന്ന് തന്നെ. ആ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എഫ് കാണാനുള്ള വഴി പിയും ക്യൂനും കൂടി കൂട്ടിയാൽ മതി. സമം എത്രയാ? 4 + 5 = 9. അതാ ആദ്യ പദം സമയം എത്ര കിട്ടി? 9. ഇത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. N² 1, N 1, 4 5 9 ആണ് ആദ്യത്തെ ഒരു പദം കൊടുക്കുക. അതെന്ത് ചെയ്യുന്ന എഫിന്. ഇനി ഡി കാണാൻ നമ്മൾ സാധാരണ ഒരുപാട് പണിയുണ്ട്. S2 നിന്ന് S1 കുറച്ചാൽ X2 കിട്ടും. എന്നിട്ട് S2 കാണണം. S1 ഇവിടെ കണ്ടിട്ടുണ്ട്. X2 കണ്ടാൽ X2 വീണ്ടും X1 കുറച്ചാൽ എന്ത് കിട്ടുക? ഡി. അതിന് പകരം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. SD കാണാൻ P 2 കൊണ്ട് കുടിച്ചാൽ മതി. പഠിച്ചാൽ വെച്ചോ. ആദ്യത്തെ N പദങ്ങളുടെ തുക എന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ 2P ആണ്. ആദ്യ പദം എത്രയാ? P + Q. അപ്പൊ D സമം 2P എന്ന് പറയാൻ ഇവിടെ എത്രയാ? 2 × 4 = 8. അതാ എഫും കിട്ടി, ഡിയും കിട്ടി. അതെന്താന്ന് പറഞ്ഞാല് XN സമം 4 - 3 ആയാൽ പൊതുവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ 1 ഇട്ട് കൊടുക്കണം, 2 ഇട്ട് കൊടുക്കണം. എന്തിന്? രണ്ടാം പദത്തിന് ഒന്നാം പദം കുറക്കണം. പകരം എന്നിന്റെ ഗുണോത്തരം എടുത്താൽ മതി. എന്നാ പദം തന്നിട്ട് ഡി സമം എത്രയാ? -3 എടുക്കാൻ മറന്നു. -3 -3. അതുപോലെ ഇവിടെ SN PN² + QN ആണെങ്കിൽ 4n² + 5n ആണെങ്കിൽ 4ഉം 5ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടി? എഫ് കിട്ടി. ഈ 4ന് n² അപ്പുറമാണെങ്കിൽ n² കോഎഫിഷ്യന്റ് എടുക്കണം, ഗുണോത്തരം എടുക്കണം. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 8. ഇതാണ് ആൻസർ. അപ്പൊ ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്. 7 ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ കുറച്ച് ക്വസ്റ്റനും കൂടി ഉള്ളൂ, 5-6 ക്വസ്റ്റനും കൂടി ഉള്ളൂ അർത്ഥമെറ്റിക് പ്രൊഫഷണൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ഫുൾ മാർക്ക് കിട്ടും. അർത്ഥമെറ്റിക് പ്രൊഫഷനിൽ കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ തന്നെയാണ്. ചാപ്റ്ററാ മാത്രമല്ല, നമ്മൾ 11 ചാപ്റ്റേഴ്സിൽ വെച്ചിട്ട് വിഷമമുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണല്ലേ. അതിലൊന്നാണ് ഏത്? സീക്വൻസ്, അർത്ഥമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി, പിന്നെ ടാൻജന്റ് സ്പർശരേഖകൾ, 3 ത്രികോണമിതി, 4 രണ്ടാംകൃതി സമവാക്യം. ഇങ്ങനെയുള്ള ക്വസ്റ്റൻ മാത്രമേ ചാപ്റ്റർ മാത്രമേ ലേശം വിഷയമുള്ളൂ. ബാക്കിയെല്ലാം 1 മണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്യാനേ ഉള്ളൂ. സൂചക സംഖ്യകൾ 2 മണിക്കൂർ മതി. ബീജഗണിതവും ജോമെട്രിയും ജാമിതിയും അത് സൂചക സംഖ്യന്റെ ബാക്കിയാ. അങ്ങനെ ഒരു 5 ചാപ്റ്റർ കുറച്ച് വിഷമമുള്ള. സോളിഡ്സ് അത് സൂത്രവാക്യം പഠിച്ചാൽ വേഗം സാധിക്കും. ഈ സമാന്തര ശ്രേണി വിഷമമാവാൻ കാരണം, ഫുള്ള് മാർക്ക് കിട്ടാത്തതിന്റെ കാരണം, അതിൽ ചരങ്ങളുണ്ട്. ഈ സങ്കലനം, വ്യവകലനം, ഗുണം, ഹരണം, ഈ 4 ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള ക്രിയയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വിഷമം. ഇത് ഫുൾ മാർക്ക് കിട്ടുന്നില്ല. ഇത് ഫുൾ മാർക്ക് കിട്ടിച്ച അര മാർക്ക് കുറഞ്ഞാൽ ഒരു 6 ക്വസ്റ്റ്യന്റെ അര മാർക്ക് കുറഞ്ഞാൽ 3 മാർക്കും കുറഞ്ഞു. അപ്പൊ A+ 90% ആണെങ്കിൽ 1 മാർക്ക് കുറഞ്ഞാൽ 89 പോയി. ആ 90% വരെ 89% കുടുങ്ങി. A+ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ മൈനർ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് A+ ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം. അതുപോലെ ഇത് ഓരോന്നും ഇപ്പൊ ഈ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് 3 പ്രാവശ്യങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേറെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയും വേണം. തറവായിരിക്കണം, സൂത്രവാക്യം തറവായിരിക്കണം.